മാസപ്പടി വിവാദം മാധ്യമ ചർച്ചകളിൽ നിന്ന് എങ്ങനെ ഒതുക്കുമെന്ന് തലപുകഞ്ഞ് നടക്കുകയായിരുന്നു പിണറായി വിജയൻ. ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും വീണയെ എപ്പോൾ കേന്ദ്ര സംഘം പൊക്കുമെന്ന ചർച്ച. ഇഡിയും SFIOയും നടത്തുന്ന ഓരോ നീക്കവും വാർത്തയായി. കരിമണൽ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതും ക്ലിഫ് ഹൌസിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നതും കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചു. തെരഞ്ഞെടുപ്പിൽ വീണ വിഷയം കത്തുമെന്ന് പാർട്ടിക്കാർക്കിടയിൽ മുറുമുറുപ്പുണ്ടാക്കി. തോറ്റാൽ അതിന്റെ ഉത്തരവാദി വീണയാണെന്ന് പല നേതാക്കളും പരസ്പരം പറഞ്ഞു. അങ്ങനെ ചാനലുകളിൽ വീണ നിറഞ്ഞു നിന്നത് പിണറായിക്ക് BP കൂട്ടി. ഇതിനിടയിലാണ് പൊടുന്നനെ ആര്യ രാജേന്ദ്രൻ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നീട് ചർച്ചകളും സംവാദങ്ങളും ആ വഴിക്ക് നീങ്ങി. ആര്യ വിവാദത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കേസും മുങ്ങിപ്പോയി. ലാവ്ലിൻ കേസ് വീണ്ടും മാറ്റിവെച്ചത് മാധ്യമങ്ങളിൽ അത്ര വലിയ ഓളമുണ്ടാക്കാതെ കടന്നുപോയി. പിണറായിക്കും മകൾക്കും നേരെയുള്ള വിവാദം ആര്യ വിഷയത്തിൽ കെട്ടടങ്ങി. ഇതോടെ പിണറായി വിജയൻ ഇപ്പോൾ ചിരിക്കുകയാണ്. പല കോണുകളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം വീണയെ രക്ഷിക്കാൻ ആര്യ വിവാദം മനഃപൂർവ്വം കത്തിച്ചതാണോ എന്നാണ്. അല്ലെങ്കിലും പിണറായിയും മകളും കുടുങ്ങുന്ന ഘട്ടം വരുമ്പോൾ മറ്റു പല വിവാദങ്ങളും CPM തന്നെ ഉണ്ടാക്കാറുണ്ട്. EP ജയരാജനെയും ഒരു ചാവേറാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ CPM തോറ്റാൽ അതിന് ഉത്തരവാദി വീണ വിജയനാണെന്ന ആരോപണമാണ് പാർട്ടിക്കാർക്കിടയിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ജയരാജൻ BJPയുമായി ചർച്ച നടത്തിയ വിഷയം പൊങ്ങിവരുന്നത്. തെരഞ്ഞെടുപ്പിൽ CPM തോറ്റാൽ അതിന് കാരണക്കാരൻ EP ആണെന്നാണ് ഇപ്പോൾ ആക്ഷേപം. അങ്ങനെ വീണയ്ക്ക് നേരെ വന്ന അമ്പുകളെല്ലാം പിണറായി തന്നെ തട്ടിമാറ്റിയിട്ടുണ്ട്. അച്ഛനും മകളും കൗശലക്കാരാണ്. വീണാലും 4 കാലിലേ വന്ന് വീഴുകയുള്ളൂ. ഏതായാലും ആര്യ കാരണം വീണ രക്ഷപ്പെട്ടു. മാസപ്പടി വിവാദം ഇപ്പോൾ എവിടെയും കേൾക്കാനേയില്ല. മാത്യു കുഴൽനാടനാണ് മാസപ്പടി വിവാദം കത്തിച്ചുവിട്ടത്. കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAക്ക് കഴിഞ്ഞിട്ടില്ല. CMRLന് അവിഹിതമായ സഹായം മുഖ്യമന്ത്രി ചെയ്തു എന്ന് കാണിക്കുന്ന രേഖ, ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ ആവശ്യമായ രേഖ എന്നിവയാണ് കോടതി കുഴൽനാടനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. വ്യാഴാഴ്ച കുഴൽനാടൻ ഹാജരാക്കിയ 3 രേഖകളിലും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്ന കാര്യം വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടൻ MLAയുടെ സ്വകാര്യ ഹർജിയിലെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ തായ്ക്കണ്ടിയിൽ, CMRL ഉടമ SN ശശിധരൻ കർത്തയടക്കം 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. മാസപ്പടിയിൽ വലിയ നീക്കമാണ് നടക്കുന്നത്. കേസ് ഒതുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വലിയ വക്കീലന്മാരെ വരെ ഇറക്കിയാണ് കേസ് നടത്തുന്നത്. വീണയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മടിയിൽ കനമില്ലെങ്കിൽ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് ഇത്രത്തോളം മുഖ്യമന്ത്രി ഓടി നടന്ന് പല കോണിൽ നിന്നും വക്കീലന്മാരെ ഇറക്കി മകൾക്ക് വേണ്ടി പയറ്റുന്നത്?